എറണാകുളം IOC ബോട്ട്ലിംഗ് പ്ലാന്റിലെ ലോഡിംഗ് തൊഴിലാളികളുടെ സമരം അവസാനിച്ചു. IOC മാനേജ്മെന്റിന്റെ സാന്നിധ്യത്തിൽ കോൺട്രാക്ടർമാരും തൊഴിലാളികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ഇപ്പോൾ കോൺട്രാക്ടർമാർ അതുപോലെ തൊഴിലാളികളും ആയി മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ സമരം പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നത്. എന്ത് ധാരണയിലാണ് സമരം അവസാനിച്ചിരിക്കുന്നത്? ശമ്പള വർധനവ് അടക്കമുള്ള വിഷയങ്ങളിലും ശമ്പളം കൃത്യമായി ലഭിക്കാത്തതും ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിലൊരു സമരത്തിന് ലോഡിംഗ് തൊഴിലാളികളും ഒപ്പം തന്നെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളും സമരത്തിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചകൾ രാവിലെ മുതൽ തന്നെ നടന്നു. ഇന്ന് രാവിലെയാണ് ഈ രണ്ട് വിഭാഗങ്ങളും സമരത്തിലേക്ക് എത്തിയത്. ഇതോടെ ലോഡിംഗ് പൂർണ്ണമായും തന്നെ നിലച്ചു. പാചകവാതക സിലിണ്ടറുകൾ പുറത്തേക്ക് 5 ജില്ലകളിലേക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിതരണമായിരുന്നു പൂർണ്ണമായും തന്നെ നിലച്ചത്. അതിനുശേഷം നിരവധി ചർച്ചകൾ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് എടുത്തിട്ടുള്ള പ്രതിനിധികളും കമ്പനികളുടെ പ്രതിനിധികളും ഒപ്പം തന്നെ വിവിധ യൂണിയൻ തൊഴിലാളികളും ലോഡിംഗുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഹൗസ് കീപ്പിംഗിലെയും തൊഴിലാളികൾ നേതാക്കൾ തമ്മിൽ ചർച്ചകൾ ഏറെ നേരം നടന്നു. ആ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ വിജയം കണ്ടില്ല. എന്നാൽ പിന്നീട് സമരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഒരു ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കാൻ ആദ്യം ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് ഈ ഒരു സമരരംഗത്ത് നിന്ന് പിന്മാറിയത്. പിന്നീട് ലോഡിംഗ് തൊഴിലാളികളും സമരത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം ഉദയംപേരൂർ IOC പ്ലാന്റിൽ നിന്നുള്ള വിതരണം പൂർണ്ണ നിലയിലെത്താൻ ഒരു ദിവസമെങ്കിലും എടുക്കും. രാവിലെ തന്നെ പോകേണ്ട ലോഡുകളായിരുന്നു. ഇന്ന് രാത്രി ഈ ലോഡ് കയറ്റി പോയാലും 12 മണിക്ക് ശേഷം പാചകവാതക സിലിണ്ടറുകളുമായി വാഹനങ്ങൾ പോകുന്നതിന് മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതിന് നിബന്ധനകളുണ്ട്. അത് പാലിച്ച് വേണം കൊണ്ടുപോകാൻ. അങ്ങനെ വരുമ്പോൾ നാളെ മാത്രമായിരിക്കും പൂർണ്ണ നിലയിൽ ഈ പാചകവാതക സിലിണ്ടറുകളുടെ പുറത്തേക്കുള്ള യാത്ര സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ലോഡുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. എന്നാൽ നിലവിൽ സമരം പൂർണ്ണമായും തന്നെ അവസാനിച്ചിട്ടുണ്ട്. സമരം തുടരുകയാണെങ്കിൽ പാചകവാതക സിലിണ്ടറുകൾക്ക് വലിയ ഒരു ക്ഷാമം നേരിടുന്ന സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടാകുമായിരുന്നു. ഇതിനിടയിലാണ് ചർച്ചകളിലൂടെ പ്രശ്നം രമ്യമായി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. ജിജീഷ്, കൂടാതെ ഒരു മാസത്തെ ശമ്പളം വൈകിയതും അതുപോലെ തന്നെ ശമ്പള വർധനവും ആവശ്യപ്പെട്ടായിരുന്നല്ലോ തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയത്. ഇതിലെ മുടങ്ങിയ മാസത്തെ ശമ്പളം കൊടുക്കാൻ ധാരണയായിട്ടുണ്ടോ? അത്തരത്തിൽ തൊഴിലാളികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അതിനെല്ലാം തന്നെ അനുഭാവപൂർവമായ ഒരു പരിഗണന നൽകാമെന്ന ഒരു ഉറപ്പാണ് നിലവിൽ മാനേജ്മെന്റ് ഭാഗത്ത് നിന്നും ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെ സാന്നിധ്യത്തിൽ കോൺട്രാക്ട് ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും എല്ലാം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളികൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയത്. അവർ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും പരിഗണിക്കാമെന്നും അതിൽ ആ തീരുമാനങ്ങൾ ഉണ്ടാകും, വളരെ വൈകാതെ തന്നെ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ പരിഹരിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എങ്കിൽ വീണ്ടും സമരത്തിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി തൊഴിലാളികൾ നൽകിയിട്ടുമുണ്ട്. അതിൽ ലോഡിംഗ് തൊഴിലാളികളും ഒപ്പം തന്നെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളും ഒരേ സ്വരത്തിൽ പറയുന്നതും അതുതന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം IOC ബോട്ട്ലിംഗ് പ്ലാന്റിലെ ലോഡിംഗ് തൊഴിലാളികളാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. തൊഴിലാളികൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ IOC മാനേജ്മെന്റ് ഉടനടി നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. നാളെയോടുകൂടി പാചകവാതക വിതരണം ആരംഭിക്കും.